നമസ്കാരം. ശ്രീഭദ്ര ജ്യോതിഷാലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ജ്യോതിഷ കുടുംബാംഗം, വസ്തുനഷ്ടവും കൃത്യവുമായ ഫലപ്രവചനം, നിങ്ങളുടെ മനോദുഃഖങ്ങളും കഷ്ടതകളും ജ്യോതിഷത്തിലൂടെ മനസ്സിലാക്കി പരിഹാരം നിർദ്ദേശിക്കുന്നു. ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. ഓൺലൈൻ സർവീസ് ലഭ്യമാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. ശ്രീഭദ്ര ജ്യോതിഷാലയത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ നല്ലവരായിട്ടുള്ള ജ്യോതിഷപ്രേമികൾക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യാഴമാറ്റമാണ്. വ്യാഴം ഈ വരുന്ന മെയ് മാസം 14 തീയതി, മേടമാസം 31 വ്യാഴം മാറുകയാണ്. വ്യാഴം ഇടവൻ രാശിയിൽ നിന്ന് മിഥുനൻ രാശിയിലേക്ക് ഗോചരം ചെയ്യുകയാണ്. അപ്പോൾ ആ വ്യാഴമാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് നല്ലത് നൽകുന്നത് നമുക്ക് പരിശോധിക്കണം. വ്യാഴം എന്ന് പറയുന്ന ഗ്രഹത്തെപ്പറ്റി പറയുകയാണെങ്കിലും വളരെയധികം പറയാനുണ്ട്. എന്ന് പറഞ്ഞാൽ വ്യാഴം എന്ന് പറയുന്ന ഗ്രഹത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ നമ്മുടെ ഈശ്വരാധീനം ചിന്തിക്കുന്നത്. ജ്യോതിഷത്തിൽ സർവേശ്വരകാരനാണ് ബൃഹസ്പതി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ നമ്മളിപ്പോൾ ഒരു ആസ്ട്രോളറെ കണ്ടു കഴിഞ്ഞാൽ ആദ്യം ഒരു രാശി വെച്ചിട്ട് പറയും ഈശ്വരാധീനം തെളിഞ്ഞിട്ടില്ല, ഈശ്വരാധീനം മറഞ്ഞിരിക്കുന്നു, വ്യാഴപ്രീതി ചെയ്യണം, വ്യാഴത്തിന് ബലമില്ല, വ്യാഴം മറഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറയും അല്ലേ. അപ്പം എന്താണ് ഈ വ്യാഴം മറിഞ്ഞിരിക്കുന്നത്? അപ്പം ആ വ്യാഴം എന്ന് പറയുന്ന ഗ്രഹത്തിന് നല്ല പവറാണ്. അതായത് വിഷ്ണു സാന്നിധ്യം ഉള്ള ഗ്രഹമാണ് വ്യാഴം എന്ന് പറയുന്നത്. ആ വ്യാഴത്തിൻ്റെ മറവ് ഈശ്വരാധീനം കുറവായിട്ട് നമ്മൾ ചിന്തിക്കും. അപ്പം വ്യാഴം അനിഷ്ടസ്ഥിതിയിൽ നിന്നാലോ ദുരിതമല്ലേ. അപ്പം അങ്ങനെ ആ വ്യാഴം അനിഷ്ടത്തിലേക്കാണ് പോകുന്നത് അല്ലെങ്കിൽ ഗുണത്തിലേക്കാണ് പോകുന്നത്. ഇത് അനിഷ്ടസ്ഥിതിയിലേക്ക് പോവുകയാണെങ്കിൽ പ്രശ്നങ്ങളാണ്, ഗുണത്തിലേക്ക് പോവുകയാണെങ്കിൽ വളരെയധികം ഗുണങ്ങളുമാണ്. അപ്പം അങ്ങനെ ആ വ്യാഴത്തിൻ്റെ ഗുണദോഷങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾക്ക് പറയാനുള്ളത് തുലാം രാശിയാണ്. അപ്പോൾ തുലാം രാശിയുടെ ഫലത്തിലേക്ക് പോകാം. ചിത്തിരയുടെ പകുതി ഭാഗവും ചോതിയും വിശാഖത്തിൻ്റെ 3/4 ഭാഗവും ചേർന്നാണ് തുലാക്കൂറ് എന്ന് പറയുന്നത്, തുലാം രാശി എന്ന് പറയുന്നത്. അപ്പോൾ ഈ തുലാം രാശിക്കാർക്ക് ഭാഗ്യസ്ഥാനത്താണ് വ്യാഴം വരുന്നത്, ഭാഗ്യസ്ഥാനത്ത്. അപ്പോൾ ആ ഭാഗ്യസ്ഥാനത്ത് വ്യാഴം വരുമ്പോൾ നിലച്ചിരിക്കാതെയുള്ള ഭാഗ്യങ്ങൾ നമ്മളെ തേടിയെത്തും. അപ്പോൾ മറ്റുള്ള ജ്യോതിഷന്മാർ പറയുന്ന പോലെ ലോട്ടറി ഭാഗ്യം, ഇതിനകത്തൊക്കെ ലോട്ടറി ഭാഗ്യം നന്നായിട്ട് മെയിൻ ഹെഡിങ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ലോട്ടറി ഭാഗ്യം ലഭിക്കുമോ? അത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എങ്ങനെയാണ് ഈ ലോട്ടറി ഭാഗ്യം ലഭിക്കുന്നത്? ഇപ്പം നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഈ പറയുന്ന തുലാക്കൂറിൽപ്പെട്ട ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർ ഈ ഇന്ത്യ മഹാരാജ്യത്തും പുറത്തുമായിട്ടുണ്ട്. ഇവർക്കെല്ലാം ഒരേപോലെ ലോട്ടറി ഭാഗ്യങ്ങൾ ലഭിക്കുമോ? ഒരിക്കലുമില്ല. അപ്പോൾ അതിനാണ് പറയുന്നത് നമ്മൾ നമ്മുടെ ജാതകം പരിശോധിച്ചിട്ട്, ഗ്രഹനില പരിശോധിച്ചിട്ട്, ഗ്രഹങ്ങളുടെ ബലാബലം മനസ്സിലാക്കുക. ആ ഒരു ബലാബലം അനുസരിച്ചാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഗുണാനുഭവങ്ങൾ വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് വരുന്ന ഭാഗ്യസ്ഥാനത്ത് വരുന്ന ഈ ഒരു വ്യാഴത്തിൻ്റെ സ്ഥിതി ആ ഒരു ഭാഗ്യങ്ങളെ വർദ്ധിപ്പിക്കും. അതാണ് ഞാൻ പറഞ്ഞത് ലോട്ടറി ഭാഗ്യം. അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുമോ എന്നറിയാൻ വേണ്ടി നിങ്ങൾ ആ ഒരു നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹങ്ങളുടെ ബലം മനസ്സിലാക്കണം. അപ്പോൾ അത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ജനനസമയം കൊടുത്ത് നിങ്ങളുടെ അടുത്തുള്ള ജ്യോതിഷനെ കൊണ്ട് നിങ്ങൾ ഇത് പരിശോധിപ്പിക്കുക. നിങ്ങളുടെ ജാതകത്തിൽ ഇങ്ങനെയുള്ള വ്യാഴത്തിന് ബലമുണ്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന ദശാകാലം ഏതാണ്, ഗുണപ്രദമാണോ എന്നൊക്കെ പരിശോധിക്കുക. അത് നല്ലതാണെങ്കിൽ മാത്രമേ ഈ പറയുന്ന എല്ലാ ഭാഗ്യങ്ങളും നിങ്ങളിലേക്ക് വരികയുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു സന്താന കാരകനാണ് വ്യാഴം. സന്താനങ്ങൾ ഉന്നത സ്ഥിതിയിലെത്തും, നല്ല ജോലികൾ ലഭിക്കും, നല്ല പുരോഗതി ഉണ്ടാകും, വിദേശത്ത് പോകും, സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകും. സന്താനങ്ങളുടെ വിവാഹ കാര്യങ്ങളൊക്കെ തടസ്സങ്ങളായിട്ട് നിൽക്കുകയാണെങ്കിൽ വിവാഹങ്ങൾ നടക്കും. അതുപോലെ തന്നെ രോഗദുരിതങ്ങളിലൂടെ അലയുന്ന ആൾക്കാർ ഒത്തിരി പേരുണ്ട്. അവരുടെ രോഗങ്ങളൊക്കെ മാറി അവർക്ക് സൗഖ്യമുണ്ടാകും. അതോടൊപ്പം തന്നെ ബിസിനസ്സിൽ കുറച്ച് പ്രശ്നങ്ങളിലൂടെ പോയ ആൾക്കാരുണ്ടല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഇപ്പം എനിക്കറിയാം വ്യാഴത്തിൻ്റെ സ്ഥിതി മോശമായതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു വർഷക്കാലമായിട്ട് നിങ്ങൾ വളരെ ദുരിതത്തിൽ പോകുന്ന ആൾക്കാരുണ്ട്. എവിടെ ചെന്ന് പറഞ്ഞാലും പ്രശ്നങ്ങളാണ്, സാമ്പത്തിക തടസ്സങ്ങളാണ്, രോഗദുരിതങ്ങളാണ്, മനക്ലേശങ്ങളാണ് അല്ലേ ഇപ്പം നിങ്ങൾക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാര്യമാണ്. അപ്പം ഇതൊന്ന് മാറി നിങ്ങളുടെ സാമ്പത്തിക ലാഭങ്ങളും അതുപോലെ തന്നെ ഐശ്വര്യങ്ങളും കുടുംബ സൗഭാഗ്യങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ വേണ്ടി ഈ ഒരു വ്യാഴമാറ്റം നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടും. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആ ഗ്രഹനിലയെക്കൂടെ ബന്ധിച്ച് വളരെയധികം ഗുണാനുഭവങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ ജോലി പ്രതീക്ഷിച്ചിരിക്കുന്ന ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള ജോലി പ്രതീക്ഷിച്ചിരിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അല്ലേ. അപ്പോൾ അവർക്കൊക്കെ ജോലി ലഭിക്കും. അതോടൊപ്പം തന്നെ നല്ല ഭർത്താവ്, ഭാര്യ ഭർത്താക്കന്മാരാണ്, വിവാഹങ്ങളൊക്കെയാണ്, നല്ല ഭാര്യയല്ലേ നല്ല ഭർത്താവിനെ ലഭിക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥയുണ്ടാകും. അതുപോലെ തന്നെ സന്താനങ്ങളുണ്ടാവും. സന്താനങ്ങളില്ലാതിരിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ടല്ലേ.
അവർക്കൊക്കെ നല്ല സന്താനങ്ങൾ അവർക്ക് ഉണ്ടാവും. അപ്പം അതുപോലെ തന്നെ നമ്മുടെ സന്താനങ്ങളുടെ കൂടെ താമസിക്കുക. ചില ആൾക്കാരൊക്കെയാണ് മക്കൾ വിദേശത്തായിരിക്കും, അച്ഛനും അമ്മയൊക്കെ നാട്ടിലായിരിക്കും. അപ്പം അങ്ങനെ പ്രയാസങ്ങളിലൂടെ പോകുന്ന അച്ഛനും അമ്മയും മക്കളും ഒക്കെ ഉണ്ട്. അവർക്ക് അവരുടെ കൂടെ തന്നെ പോയി താമസിക്കുന്നതിനായിട്ടൊക്കെ ഒരു അവസ്ഥയുണ്ടാവും. അതുപോലെ തന്നെ നല്ല ഗൈഡൻസ് ഒക്കെയുള്ള ആൾക്കാർ, അതായത് നല്ല നല്ല വഴി കാണിച്ചിരുന്ന നല്ല ഗുരുനാഥന്മാരെ ലഭിക്കും. അതുപോലെ തന്നെ നമ്മൾ ഒത്തിരി ആഗ്രഹിച്ചിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് പോകാനൊക്കെ അല്ലേ. ഒക്കെ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പോയി സന്ദർശിക്കാനും അതുപോലെ തന്നെ പുണ്യ ദേവാലയങ്ങളെ പുണ്യ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാനായിട്ട് മക്ക, മദീന ഇങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്. അതുപോലെ തന്നെ ഹരിദ്വാർ, ഋഷികേശ് അല്ലേ, അങ്ങനെയുള്ള പുണ്യ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാനായിട്ടുള്ള അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതോടൊപ്പം തന്നെ നമുക്ക് പിന്നെ കുടുംബ സംബന്ധമായിട്ടുള്ള ദുരിതങ്ങളൊക്കെ ഉണ്ടായിരുന്നവർക്ക് ആ ഒരു ദുരിതങ്ങൾ മാറും. അതുപോലെ കുടുംബ സ്വത്തുകളൊക്കെ തർക്കത്തിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറി കുടുംബ സ്വത്തുകളൊക്കെ നമ്മുടെ പേരിലേക്ക് എത്തിച്ചേരുന്നതായിട്ടൊരവസ്ഥ ഉണ്ടാവും. ഭാര്യ ഭർത്താക്കന്മാരുണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു തീർത്ത് ഒന്നിച്ച് ജീവിക്കുന്നതായിട്ടൊരവസ്ഥയുണ്ടാവും. ഇപ്പം കാമുകന്മാർ തമ്മിലൊക്കെ പിണങ്ങി കഴിയുന്ന ആൾക്കാരാണെങ്കിൽ അതൊക്കെ അവരുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്ത് വീണ്ടും അവർ ഒന്നിക്കുന്നതായിട്ടൊരവസ്ഥ വന്നു ചേരുന്നതാണ്. സർക്കാർ സംബന്ധമായിട്ടുള്ള ജോലി പ്രതീക്ഷിക്കുന്ന ആൾക്കാർക്കും അതിൽ അവർക്ക് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും അറിയിപ്പൊക്കെ ലഭിക്കും. രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവരൊക്കെ ആയിക്കോട്ടെ, അവർക്കാണെങ്കിൽ തന്നെയും ഉന്നത പദവിയും ഉന്നത സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുന്നതായിട്ടൊരവസ്ഥ ഉണ്ടാകും. കാരണം പിന്നെ ചെറിയ ചെറിയ ലോട്ടറിയൊക്കെ എടുക്കുന്ന ആൾക്കാരൊക്കെയാണ് എടുത്തോട്ടോ, എന്നാലും ഒത്തിരി പൈസയ്ക്ക് എടുക്കരുത്. നമ്മൾ ഒരു 1000 രൂപയാണ് 100 രൂപയുടെ ലോട്ടറിയൊക്കെ എടുക്കാം. നമുക്ക് 1000 രൂപ ഒരു ദിവസം വരുമാനം ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് 1000 രൂപയുടെ ഒരു കൂലിപ്പണിക്കാരൻ 500 രൂപയുടെ ലോട്ടറി എടുത്തിട്ട് പിന്നെ 200 രൂപയുടെ കള്ളും കുടിച്ച് 300 രൂപ വീട്ടിൽ കൊണ്ട് കൊടുത്താൽ പെണ്ണുമ്പിള്ള ഇടിക്കും. അത് വേണ്ട. അപ്പം നമ്മൾ ഒരു 100 രൂപയുടെ ലോട്ടറിയൊക്കെ എടുക്കുക. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ ചെയ്യുക. ചെറിയ ചെറിയ ഭാഗ്യങ്ങളൊക്കെ നിങ്ങൾക്ക് വരാനുള്ള ഇടയുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എന്ന് പറഞ്ഞാൽ ലോട്ടറി ഭാഗ്യങ്ങൾ പൂർണ്ണമായി എല്ലാവർക്കും ലഭിക്കുന്നതെങ്കിലും ചെറിയ ചെറിയ ഭാഗ്യങ്ങളൊക്കെ ലഭിക്കാനായിട്ടുള്ള ഇട കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, വീട് വയ്ക്കുന്നതിനും ഫ്ലാറ്റ് വാങ്ങുന്നതിനും ഒക്കെ നല്ലൊരു സമയമാണ് ഈ വരുന്നത്. അപ്പം ജീവിതത്തിൽ കുറേയേറെ ഉന്നതി എത്തിച്ചേരുന്ന ഒരു സമയമാണ് ഈ ഒരു വർഷക്കാലം നിങ്ങൾക്ക് ഉള്ളത്. കഴിഞ്ഞ വർഷത്തിലെ ഒത്തിരി ദുരിതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകും. നല്ല ഐശ്വര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഇത് എങ്ങനെയാണ് ലഭിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു അല്ലേ. അപ്പോൾ ആ കാര്യങ്ങളോട് ശ്രദ്ധിച്ച് ആസ്ട്രോളറെ കണ്ട് കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കുക. പുതിയ ബിസിനസ്സൊക്കെ തുടങ്ങുന്ന ആൾക്കാരാണെങ്കിൽ, പുതിയ കാര്യങ്ങൾ ആരംഭിക്കുക, സംരംഭങ്ങൾ ആരംഭിക്കുന്ന ആൾക്കാരൊക്കെയാണ് തീർച്ചയായിട്ടും ഇതിനൊരു കറക്റ്റായിട്ടുള്ള ഒരു കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം പുതിയ കാര്യങ്ങൾ തുടങ്ങുക. അല്ലെ ജോഷൻ ഇങ്ങനെ പറഞ്ഞു, ഇനിയിപ്പോൾ ഞാൻ പുതിയ കോടിക്കണക്കിനോ ലക്ഷക്കണക്കിനൊക്കെ മുടക്കി പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുകയാണ്, ചീറ്റി പോയി കഴിഞ്ഞാൽ ജോഷനെ തെറി വിളിച്ചിട്ട് കാര്യമില്ല. ഈ പറയുന്ന ഗ്രഹനിലകളും കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായിരിക്കില്ല. അപ്പോൾ അത് കൃത്യമായി മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെ നല്ല ഗുണാനുഭവങ്ങൾ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുന്ന താങ്കൾക്കും നല്ല ഗുണാനുഭവങ്ങൾ തന്നെ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എപ്പിസോഡോട് വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം.